അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഇവിടെ പരാമർശിക്കുന്നതായ വീഡിയോ എന്ന് പറയുന്നത് മുൻപ് വന്നിട്ടുള്ള എല്ലാ വീഡിയോകളിലെയും വശ്യം സംബന്ധമായിട്ടാണ്. പലതരത്തിലുള്ളതായ വശീകരണ കർമ്മങ്ങളെക്കുറിച്ച് മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുട്ടവശ്യം മുതൽ ദൃഷ്ട്യവശ്യം, അടിമത്തവശ്യം മുതൽ ഒരുപാട് വശ്യങ്ങൾ. അപ്പം ഇതിൻ്റെ അകത്തെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായ പലതരം വശ്യങ്ങളുണ്ട്. അപ്പോൾ ശക്തമായ വശീകരണ കർമ്മങ്ങളിൽ പെട്ട ചില വശ്യങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് അടിമവശ്യം, അടിമത്തത്തിൻ്റെ വശ്യം. വശ്യമെന്ന് പറഞ്ഞാൽ ആകർഷണമാണ്. അപ്പം നമ്മൾ ആകർഷണം ഉണ്ടെങ്കിൽ മാത്രമേ വശ്യമുള്ളൂ. ആകർഷണമില്ലെങ്കിൽ ആദ്യം ആകർഷണം ഉണ്ടാക്കണം. അടിമവശ്യത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് പല ആളുകൾ എന്നെ വിളിച്ചിട്ട് ഭർത്താവിനെ അടിമപ്പെടുത്തണം, അമ്മായിയമ്മയെ അടിമപ്പെടുത്തണം, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് കണ്ടത്. ഇതൊന്നും അല്ല ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കാൽച്ചുവട്ടിൽ നിർത്താൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ അടിമവശ്യം എന്ന് പറയുന്നത്. ആ വ്യക്തി നമ്മളിൽ നിന്ന് വിട്ടുപോകാതിരിക്കണം. അതിനുവേണ്ടി ചെയ്യുന്ന മാരകമായൊരു പണിയാണ് അടിമവശ്യത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് ആ വീഡിയോയിൽ ഇതിൻ്റെ വിവരങ്ങൾ കൂടുതൽ അറിയാനായിട്ട് നേരിട്ട് വിളിക്കാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് സ്വയം ചെയ്യാനും കഴിയുന്നതുമല്ല. ഒരുപാട് ദ്രവ്യങ്ങളും സാധനങ്ങളൊക്കെ അതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കുങ്കുമപ്പൂ പോലുള്ള കുറേ സാധനങ്ങളൊക്കെ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ വശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സർവവശ്യമായിട്ടും പലതും വശ്യങ്ങളുണ്ട്. നിങ്ങൾ വീഡിയോകൾ ശ്രദ്ധിച്ചതിന് ശേഷം എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ഞാനതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നടക്കുന്ന കാര്യമാണെങ്കിൽ അത് പറഞ്ഞു തരും, നടക്കാത്ത കാര്യമാണെങ്കിൽ അവിടെ കൊണ്ടത് വിടുക. എല്ലാ വശീകരണങ്ങളും കർമ്മങ്ങൾ കൊണ്ട് നടക്കണം എന്നില്ല. പക്ഷേ കുറേയെല്ലാം നമുക്ക് കർമ്മങ്ങൾ കൊണ്ട് അതിൻ്റെ രൂപഗതികൾ മാറ്റിയെടുക്കാൻ കഴിയും. കർമ്മങ്ങളുടെ പ്രാധാന്യം, അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കർമ്മത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ചിരിക്കും കാര്യങ്ങൾ ഫലപ്രാപ്തി. ചില വിഷയങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ അതിശക്തമായ കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ ചെറിയ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്താലും അതിലൊരു ചലനവും ഉണ്ടാകാൻ പോകുന്നില്ല. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കർമ്മങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ കൊടുത്ത നമ്പറിൽ എന്നെ വിളിക്കുക. നന്ദി, നമസ്കാരം.